അങ്ങനെയുള്ളവർ ദയവ് ചെയ്ത് ഈ ഒരു വാഹനം എടുക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. പോരായ്മയായിട്ട് എനിക്ക് തോന്നിയ കാര്യം ആ ഒരു ടയറിൻ്റെ ഒരു സൈസാണ്. അപ്പോഴാണ് ഈ റിസ്ക് എന്തുകൊണ്ട് എടുത്തതെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതെ. പക്ഷെ അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ബജാജ് എന്ന് പറഞ്ഞ കമ്പനി ഇങ്ങനെ ഒരു ബൈക്ക് ഇറക്കി ഞാൻ വളരെ എക്സൈറ്റഡ് ആയി. ഇതിന്റെ ബജാജ് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അല്ല, ഒരു 3-4 കൊല്ലം മുമ്പ് തന്നെ അവർ ഓട്ടോ ഇറക്കി വളരെ സക്സസ്ഫുൾ ആയിട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതുവരെ അങ്ങനെ റിപ്പോർട്ടിങ് ഞാൻ കണ്ടില്ല. ഞാൻ കുറേ സെർച്ച് ചെയ്തായിരുന്നു. അതെ, അതൊരു വല്ലാത്ത തരത്തിലുള്ള ഒരു സ്റ്റിഫായി പോയി സീറ്റ് അല്ലേ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഗാഡി ടോക്സ് എന്ന നമ്മുടെ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കൊപ്പോൾ ഉള്ള വാഹനം ലോകത്തിലെ ആദ്യത്തെ CNG ബൈക്കാണ്. ആ ബൈക്ക് പ്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ സ്വന്തം ബജാജാണ്. ബജാജിൻ്റെ ഫ്രീഡം 125 എന്ന് പറയുന്ന ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലോകത്തിൽ ആദ്യമായിട്ട് CNG ഒരു വാഹനത്തിൽ, അതും ബൈക്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ബജാജ് എന്ന് പറയുന്ന ബ്രാൻഡാണ്. ആ ബ്രാൻഡിൻ്റെ ഏറ്റവും പുതിയ വാഹനമായിട്ടുള്ള ബജാജിൻ്റെ ഫ്രീഡം 125 ആണ് നമുക്കൊപ്പോൾ ഉള്ളത്. ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മുടെ ഈ ഒരു സീറ്റ് നിങ്ങൾ കണ്ടില്ലേ, ഈ സീറ്റിൻ്റെ അടിയിൽ ഒരു ബോംബാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ബോംബെന്ന് ഞാൻ പറഞ്ഞത് പൊട്ടിത്തെറിക്കും എന്നുള്ള അർത്ഥത്തിലല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീറ്റിൻ്റെ അടിയിലാണ് ഇതിൻ്റെ CNG ടാങ്ക് ഫില്ല് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്കൊരു ഫ്യൂവൽ ടാങ്ക് കൂടി വരുന്നുണ്ട്. പെട്രോളിൻ്റെ ഒരു 2 ലിറ്റർ വരുന്ന ടാങ്കാണ് ഇതിനുള്ളിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2 കിലോ ലിറ്റർ വരുന്ന ഒരു CNG ടാങ്ക് കൂടിയാണ് ഈ ഒരു വാഹനത്തിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു സീറ്റിൻ്റെ നീളം നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ പണ്ട് കാലങ്ങളിൽ നമ്മൾ ട്യൂട്ടോറിയലിലും അല്ലെങ്കിൽ സ്കൂളിലൊക്കെ നമ്മൾ കൂട്ടുകാരോടൊപ്പം ഇരിക്കാറുള്ള ഒരു ബെഞ്ച് പോലെയാണ് ഇത് വരുന്നത്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സീറ്റിൻ്റെ ലെങ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4 പേർക്ക് സുഖമായിട്ട് ഇതിനകത്ത് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4 പേര് യാത്ര ചെയ്യാൻ പാടില്ല. 2 പേര് മാത്രമേ ഇതിനകത്ത് യാത്ര ചെയ്യാൻ പാടുള്ളൂ. കാര്യം ഇപ്പോൾ ഇറങ്ങുന്ന ഫ്രീക്കന്മാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു വാഹനമാണ്. സീറ്റിൻ്റെ ലെങ്ത് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നോർമലി കാണുന്നതാണ് നമ്മുടെ ആക്റ്റീവ പോലുള്ള വാഹനങ്ങളിലൊക്കെ 3-4 പേരൊക്കെ പോകുന്നത് ഞാൻ സ്ഥിരമായിട്ട് കാണാറുണ്ട്. അങ്ങനെയുള്ളവർ ദയവ് ചെയ്ത് ഈ ഒരു വാഹനം എടുക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പേരോ 5 പേരോ ഒക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാമന്മാർ പിടിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഫൈൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പിന്നീടുള്ള കാര്യം, അതൊക്കെ പോട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ സീറ്റിൻ്റെ അടിയിലാണ് ഇതിൻ്റെ ഒരു CNGയുടെ ടാങ്ക് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഏകദേശം 2 കിലോ ലിറ്ററാണ് ഈ ഒരു CNG ഇതിനകത്ത് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. 1 കിലോ ലിറ്റർ CNGക്ക് 100 കിലോമീറ്ററാണ് ഈ ഒരു വാഹനത്തിന് കമ്പനി പറയുന്ന മൈലേജ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ 2 കിലോ ലിറ്റർ ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് നമുക്ക് 200 കിലോമീറ്റർ സുഖമായിട്ട് 2 കിലോ ലിറ്റർ CNGയിൽ യാത്ര ചെയ്യാൻ പറ്റുന്നൊരു വാഹനമാണ്. അപ്പോൾ ഇൻ കേസ് നമ്മുടെ ഈ ഒരു CNG ഫുള്ളായിട്ട് തീർന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്രോളിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പെട്രോളിലായിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പെട്രോൾ വാഹനമായിട്ട് ഈ ഒരു വണ്ടി ഉപയോഗിക്കാനായിട്ട് പറ്റും. പെട്രോളിന് കമ്പനി പറയുന്ന മൈലേജ് 64 കിലോമീറ്റർ പെർ ലിറ്ററാണ് പറയുന്നത്. എന്നിരുന്നാലും ഏറ്റവും കുറഞ്ഞത് എന്തായാലും ഒരു 50-50 കിലോമീറ്റർ കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ വണ്ടിയുടെ കാര്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു സീറ്റ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൻ്റെ മുൻവശങ്ങളിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ഓണറായിട്ടുള്ള വിഘ്നേഷ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ ഓപ്ഷൻ വാഹനമല്ല, ബേസ് മോഡലാണ് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ മുൻവശങ്ങളിലേക്ക് വരുന്ന സമയത്ത് അതിവിശാലവും അതിമനോഹരമായിട്ടുള്ള ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഇത് ഹാലജൻ ബൾബാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഫുൾ ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് അത് LED-യിലേക്ക് മാറുന്നതായിരിക്കും. അതുപോലെ തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേ ഈ ഒരു ഇൻഡിക്കേറ്റർ യൂണിറ്റ് കണ്ടോ, ഇത് വളരെ സ്റ്റിഫായിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ യൂണിറ്റാണ്. ഫ്ലെക്സിബിൾ ആണെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. പക്ഷേ ഇത് ഫ്ലെക്സിബിൾ അല്ല, സ്റ്റിഫായിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ യൂണിറ്റാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. വണ്ടിയുടെ 2 വശങ്ങളിലും ഫ്രീഡം എന്നുള്ള ഒരു ബാഡ്ജിങ്
കമ്പനി നൽകിയിട്ടുണ്ട്. അതായത് ഫ്രണ്ട് ഫോർക്കിനകത്ത് 2 സൈഡിലും ഫ്രീഡം എന്നുള്ളൊരു ബാഡ്ജിങ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ മഡ് ഗാർഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു മഡ് ഗാർഡ് എന്ന് പറയാനാകും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇത് മെറ്റലാണോ എന്ന് തോന്നിപ്പോകും. പക്ഷേ നേരെ മറിച്ച് മെറ്റലല്ല, ഇത് പ്ലാസ്റ്റിക്കാണ്. അതിനകത്ത് തന്നെ ഒരു സിൽവറും ബ്ലാക്കും ഷെയ്ഡിൽ ഈ ഒരു മഡ് ഗാർഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വരുന്ന സമയത്ത് 17 ഇഞ്ചിൻ്റെ വീലാണ് അല്ലെങ്കിൽ 17 ഇഞ്ചിൻ്റെ അലോയ്സാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. മിററിനെയൊക്കെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നോർമലി ഒരു സാധാരണ വാഹനത്തിൽ കൊടുത്തിരിക്കുന്ന മിറർ എന്നേ നമുക്ക് പറയാനാവുള്ളൂ. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞതുപോലെ തന്നെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അല്ലെങ്കിൽ CNG കൊണ്ട് ഇറങ്ങുന്ന ലോകത്തിലെ ആദ്യത്തെ വാഹനം എന്നാണ് ഈ ഒരു വാഹനം നമുക്ക് വിശേഷിപ്പിക്കാനാകുന്നത്. പുറകുവശങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഫ്രണ്ടിലെ പോലെ തന്നെ ചെറിയ ടയറാണ് പുറകുവശങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്കൊരു പോരായ്മയായിട്ട് തോന്നി. കാര്യം ഇപ്പോൾ ഇറങ്ങുന്ന വാഹനങ്ങളിലെല്ലാം മുൻവശത്തെ ടയർ കുറച്ച് ചെറുതും പുറകുവശത്തെ ടയർ വലുതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ നമ്മുടെ ബജാജിൻ്റെ പൾസർ 135 ഇറങ്ങിയ സമയത്ത് അതിൻ്റെ ബാക്ക് എങ്ങനെയായിരുന്നു, അതായത് ആ ഒരു വണ്ടി എനിക്ക് പൊതുവേ ഇഷ്ടമല്ലായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു വണ്ടിയുടെ ഒരു ടയർ സൈസ് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ ഒരു വാഹനത്തിനും അവർ ടയർ സൈസ് കൊടുത്തിരിക്കുന്നത്. മോണോഷോക്ക് സസ്പെൻഷനാണ് പുറകിൽ നൽകിയിരിക്കുന്നത്. എല്ലാം കൊള്ളാം. പക്ഷേ ഞാൻ ഈ ഒരു വണ്ടി ഉപയോഗിച്ച് നോക്കിയ സമയത്ത് വണ്ടി വളരെ സ്മൂത്താണ്. നമ്മൾ CNGയിൽ നിന്ന് പെട്രോളിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. കുറച്ച് പവറിൻ്റെ ഒരു ലോസ് എനിക്ക് തോന്നിയിട്ടുണ്ട്. CNGയിൽ കുറച്ച് പവർ കുറവാണ് പെട്രോളിനെ അപേക്ഷിച്ച്. പക്ഷേ എനിക്ക് പോരായ്മയായിട്ട് തോന്നിയത് ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു പുറക് ടയറാണ്. വീതി കുറവാണ്. പക്ഷേ നമുക്ക് ഒരു നോർമൽ യൂസിന് നമ്മുടെ സിറ്റി ട്രാഫിക്കിലും അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം യാത്രകൾ ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ്. ഇതിൻ്റെ ഈ സീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത്രയും വലിയ സീറ്റാണ്. പക്ഷേ സീറ്റ് ഭയങ്കര സ്റ്റിഫാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഹാർഡായിട്ടുള്ള സീറ്റാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. പുറകിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അതിമനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ അതിവിശാലമായിട്ടുള്ള ഒരു LED ബ്രേക്ക് ലാമ്പ് യൂണിറ്റാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ യൂണിറ്റുകളൊന്നും LED അല്ല, ഹാലജൻ ബൾബാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സ്റ്റഡ്സിൻ്റെ ഒരു ടോപ്പ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ സുഹൃത്തായിട്ടുള്ള വിഘ്നേഷ് അഡീഷണലി ചെയ്തതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട പുറമേ നിന്നുള്ള കാഴ്ചകളെന്ന് പറയുന്നത്. സൈലൻസറിനെ പറ്റിയൊന്നും പ്രത്യേകമായിട്ടും പറയേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. ഇതെല്ലാം ഫുള്ളി മെറ്റലായിട്ടുള്ള, അതിൻ്റെ ടോപ്പായാലും എല്ലാം മെറ്റലായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് മെറ്റലാണ് കൂടുതലായിട്ട് ഈ ഒരു വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സൈഡിൽ നിന്നുള്ള ഒരു ലുക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനോഹരമായിട്ടുള്ള ലുക്കാണ്. പോരായ്മയായിട്ട് എനിക്ക് തോന്നിയ കാര്യം ആ ഒരു ടയറിൻ്റെ ഒരു സൈസാണ്. അത് നിങ്ങൾക്കൊരു പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കാര്യം ഇന്നത്തെ ഇന്ധന വില വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ CNGക്ക് 1 കിലോ ലിറ്ററിന് ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് 86 രൂപയാണ്. നമ്മുടെ പെട്രോൾ വരുന്ന സമയത്ത് 100, 110 പോകാറുണ്ട്. 1 ലിറ്റർ പെട്രോളിന് നമുക്ക് നോർമലി ഒരു വാഹനത്തിന് കിട്ടുന്ന മൈലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 60, 67 കിട്ടുന്ന വാഹനങ്ങളുണ്ട്. അതിനപ്പുറം കിട്ടുന്ന വാഹനങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും 1 കിലോ ലിറ്റർ CNG ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വാഹനത്തിൽ 100 കിലോമീറ്റർ സുഖമായിട്ട് യാത്ര ചെയ്യാം. അതായത് നമുക്ക് 1 രൂപ മുതൽ മുടക്കില്ലാതെ നമുക്ക് ഈ ഒരു വാഹനം 1 കിലോമീറ്റർ സഞ്ചരിക്കാനാകും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത്രയും നേരം ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ അടിയിലാണ് ആ ഒരു CNG ടാങ്ക് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊരു മറവത്തൂർ കനവ് എന്ന സിനിമയ്ക്കകത്ത് ശ്രീനിവാസൻ ചേട്ടനൊക്കെ വെടി കൊണ്ടിട്ട് പോകുന്ന സമയത്ത് പറയുന്നൊരു ഡയലോഗുണ്ട്, കുണ്ടിക്കുള്ള ഗുണ്ടിருக்கு മാമ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആസനത്തിന് താഴെയായിട്ടാണ് ഈ ഒരു CNGയുടെ ടാങ്ക് വന്നിരിക്കുന്നത്. ഈ ടാങ്ക് പൊട്ടിത്തെറിക്കുക അല്ലെങ്കിൽ ഇതൊരു ബോംബാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. പക്ഷേ ഇത് പൊട്ടുന്ന ബോംബല്ല, പൊട്ടാത്ത ബോംബാണ്. കാര്യം ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു CNG ടാങ്ക് പൊട്ടിക്കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന ആൾ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് വലിയ തരത്തിലുള്ള പരിക്കുകൾ ഉണ്ടാവില്ല എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ ക്രാഷ് ടെസ്റ്റ് നമ്മളെ ബജാജ് പുറത്തിറക്കിയ ഒരു ക്രാഷ് ടെസ്റ്റിൻ്റെ 7 വീഡിയോസ് ഉണ്ട്. അത് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഈ വാഹനം നേരിട്ട് കൊണ്ടുവന്ന ഒരു 1.5 ടൺ വെയിറ്റിലേക്ക് ഈ ഒരു വാഹനം നേരിട്ട് കൊണ്ടുവന്നിരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ CNG ടാങ്ക് കാണിക്കുന്നുണ്ട്. അതിന് യാതൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അതിനുശേഷം ഒരു ട്രക്ക് ഈ ഒരു ബൈക്കിനെ ചരിച്ച് കിടത്തിയതിന് ശേഷം ഇതിന് മുകളിലൂടെ ഒരു ട്രക്ക് കയറി ഇറങ്ങി പോകുന്ന വീഡിയോയും യൂട്യൂബിലുണ്ട്. ബജാജ് പറയുന്നത് പ്രകാരമാണെന്നുണ്ടെങ്കിൽ
ഈ ഒരു CNG ടാങ്കിന് നിങ്ങൾ എന്ത് കാണിച്ചു കഴിഞ്ഞാലും ഈ ഒരു CNG ടാങ്കിനെ നിങ്ങൾക്ക് പൊട്ടിക്കാനാകില്ല എന്നാണ്. എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ള കാര്യം നമുക്കറിയില്ല. കാര്യം ലോറി കയറിയാലും പൊട്ടാത്ത ടാങ്കുകളൊക്കെ പൊട്ടിക്കാൻ പറ്റുന്ന ബിരുദന്മാർ നമ്മുടെ കേരളത്തിൽ ഇന്നുണ്ട്. അപ്പോൾ വരും കാലങ്ങളിൽ നമുക്കതൊന്ന് കണ്ടു തന്നെ അറിയണം. ഈ ടാങ്കിന് എന്തെങ്കിലും സംഭവിക്കുമോ, അല്ലെങ്കിൽ ഈ ടാങ്ക് പൊട്ടിക്കാൻ കഴിയുന്ന ആൾക്കാരൊക്കെ നമ്മുടെ കേരളത്തിലുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അന്നേരം മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ഓണറായിട്ടുള്ള വിഘ്നേഷ് നമ്മളിലൂടെയുണ്ട്. വിഘ്നേഷിനെ നമുക്ക് ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു വാഹനം സെലക്ട് ചെയ്തത്, അല്ലെങ്കിൽ വണ്ടിയുടെ പോരായ്മകൾ എന്തൊക്കെയാണ്, എല്ലാ കാര്യങ്ങളും നമുക്ക് വിഘ്നേഷിനോട് തന്നെ ചോദിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ഉടമയായിട്ടുള്ള വിഘ്നേഷ് എന്ന് പറയുന്നത്. വിഘ്നേഷ്, സുഖമായിട്ടിരിക്കുന്നു? ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ സ്കിൽസ് പാർക്ക് എന്ന് പറയുന്ന കമ്പനിയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ മാനേജറുടെ ആദ്യമേ തന്നെ ഞാനൊരു കൺഗ്രാജുലേഷൻസ് പറയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോകത്ത് ആദ്യമായിട്ട് ഇറങ്ങിയൊരു CNG ബൈക്കാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു വാഹനം സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ? ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ബജാജ് എന്ന് പറയുന്ന കമ്പനിയോടുള്ളൊരു വിശ്വാസമാണ് സത്യം പറഞ്ഞത്. ഞാൻ നോക്കുമ്പോൾ ആദ്യമേ എനിക്ക് ഡെയിലി ഓട്ടോ ഉള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ ഒരു 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഒന്നെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ എപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നത് ഇലക്ട്രിക് ആയിരിക്കും. കാര്യം ഇപ്പോഴത്തെ പെട്രോൾ വിലയൊക്കെ അറിയാം. കാര്യം നമ്മുടെ ഫ്യൂച്ചറിൽ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പെട്രോളും ഡീസലും എല്ലാം പോയി. ഒന്നുകിൽ ഇലക്ട്രിക്, അതല്ലെന്നുണ്ടെങ്കിൽ ഇനി ഭാവിയിൽ വരാൻ പോകുന്നത് ഹൈഡ്രജൻ ഫ്യൂവൽ എന്നാണ് ആൾക്കാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാനൊരു വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇലക്ട്രിക് വണ്ടിയായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വന്നത്, പക്ഷേ ഞാൻ ഇലക്ട്രിക് ചൂസ് ചെയ്യാൻ നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് സർവീസ് കൺസേൺസ് ഇങ്ങനെ ഇപ്പോഴും ഇലക്ട്രിക്കിൻ്റെ കാര്യത്തിൽ നമുക്ക് ക്ലാരിഫൈ ചെയ്യാനുണ്ട് കുറേ കാര്യങ്ങൾ. അതും ഇപ്പോഴും അതിൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇലക്ട്രിക്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ റേഞ്ച് ആങ്സൈറ്റി എന്ന് പറയുന്ന സാധനം വളരെ വലുതാണ്. അത് വലിയൊരു പ്രശ്നം തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ എനിക്ക് അത് രണ്ടും എടുക്കാൻ ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പിന്നെ ചാർജിങ്ങിൻ്റെ ഒരു സമയമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ടൈം കളയാനും ഞാൻ പോകുന്ന സ്ഥലത്ത് എനിക്ക് ആ ചാർജിങ് പോയിന്റ് അവൈലബിൾ ആണോ എന്നുള്ള കൺസേൺസ് ഒക്കെ ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലത്ത് പോകുന്നതിന് മുമ്പ് അവിടെ ചാർജിങ് പോർട്ട് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ട അവസ്ഥ വരും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ചൊരു പറയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഒരു 5 വർഷം കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഈ വണ്ടിയുടെ അവസ്ഥയെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. കാര്യം ഇപ്പോൾ അത് ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ. 2-3 കൊല്ലമായിട്ടാണ് ഈ ഇലക്ട്രിക് ഇത്ര സജീവമായിട്ട് വന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബജാജ് നാളെ ഒരു കാലത്ത് നമുക്കിത് വിൽക്കാനും പറ്റില്ല. അറിയില്ല എന്താ എൻ്റെ കാര്യം. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തു. ഒരു 3 മാസം കഴിഞ്ഞിട്ട് വേറൊരു വണ്ടിയിലേക്ക് സ്വിച്ച് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നടന്നു എന്ന് വരില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനായാലും വിഘ്നേഷ് ആയാലും വേറെ ആരാണെങ്കിലും ചിന്തിക്കുന്ന ഒരു കാര്യം, 3 മാസം ഉപയോഗിച്ചിട്ട് ഇവന് എന്തുകൊണ്ട് ഈ വണ്ടി വിറ്റു. കാര്യം ഇതിൻ്റെ ബാറ്ററിയുടെ കപ്പാസിറ്റിയോ കാര്യങ്ങളോ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. എന്നിരുന്നാലും ഇത് വിറ്റ് പോവാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കൊരു പെട്രോൾ വണ്ടിയോ അല്ലെങ്കിൽ ഒരു ഡീസൽ വണ്ടിയോ വിൽക്കുന്ന പോലെ ഇത് ഒരു കാരണവശാലും വിറ്റ് പോകാനായിട്ട് വലിയൊരു പ്രശ്നമാണ്. അതെ, അത് ഇനിയേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. കാര്യം ഇനി ആ ഒരു പീരീഡ് ആവുന്നതേ ഉള്ളൂ വണ്ടി ഇറങ്ങിയിട്ട്. അപ്പോൾ ആ റിസ്ക് എടുക്കാൻ എനിക്കുള്ള ധൈര്യമില്ലായിരുന്നു ഒന്നാമത്. അപ്പോഴാണ് ഈ റിസ്ക് എന്തുകൊണ്ട് എടുത്തതെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതെ. പക്ഷെ അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ബജാജ് എന്ന് പറഞ്ഞ കമ്പനി ഇങ്ങനെ ഒരു ബൈക്ക് ഇറക്കി ഞാൻ വളരെ എക്സൈറ്റഡ് ആയി. കാര്യം ഇപ്പോഴത്തെ പെട്രോൾ വിലയിൽ ഒരു CNG വണ്ടി, അത് ഈ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് മൈലേജ് കിട്ടുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വലിയ കാര്യമാണ്. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു കൺസേൺ എന്ന് പറയുന്നത് ഇതിൻ്റെ സെക്യൂരിറ്റി, ഇത് എത്രത്തോളം സെക്യൂർ ആണ് എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു. എനിക്ക് തോന്നുന്നു ആ ഒരു ക്രാഷ് ടെസ്റ്റിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല, എന്നെ രണ്ടാമത് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് ഇതിന്റെ ബജാജ് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഒരു 3-4 കൊല്ലം മുമ്പ് തന്നെ അവർ ഓട്ടോ ഇറക്കി വളരെ സക്സസ്ഫുൾ ആയിട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതുവരെ അങ്ങനെ റിപ്പോർട്ടിങ് ഞാൻ കണ്ടില്ല. ഞാൻ കുറേ സെർച്ച് ചെയ്തായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞിട്ട് ഞാൻ കമ്പയർ ചെയ്ത് നോക്കി. പെട്രോൾ വണ്ടിയും CNGയും നോക്കുവാണെങ്കിൽ അതിനകത്ത് ഏറ്റവും പ്രശ്നക്കാരൻ ഏതാണെന്ന് നോക്കുവാണെങ്കിൽ പെട്രോളാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നെ എന്തായാലും പോയി വണ്ടി കണ്ടു നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു സ്റ്റഡി നടത്തിയിട്ട് തന്നെയാണ് ഞാൻ പോയി കണ്ടത്. സത്യത്തിൽ എൻ്റെ സെയിൽസ് എക്സിക്യൂട്ടീവിന് വലിയ പണിയൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ആ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമായിരുന്നു. എടുത്തപ്പോൾ കുറച്ച് വെയിറ്റ് ഒക്കെ തോന്നി. പിന്നെ കുറച്ച് പോരായ്മകൾ ഇപ്പോൾ ഉണ്ട്. അത് കാര്യം ഒരു ഇനിഷ്യൽ സ്റ്റേജിലുള്ള വണ്ടിയാണ്. അപ്പോൾ ഇനിയാണ് അവർ ഇതിൽ നിന്ന് റിവ്യൂസ് ഒക്കെ എടുത്തതിന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറയുകയുണ്ടായി, ഈ വണ്ടി CNGയിൽ നിന്ന് പെട്രോളിലേക്ക് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് പവറിനകത്തുണ്ടാകുന്ന ഒരു വ്യത്യാസം. കാര്യം CNGയിൽ പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി വണ്ടിയുടെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 90 km/h. കാര്യം ഞാൻ ഒരു പെട്രോളിൽ നിന്ന് CNGയിലേക്ക് സ്വിച്ച് ചെയ്ത സമയത്ത് ഒരു 50-60 ആ ഒരു സ്പീഡാണ് മാക്സിമം ആയിട്ട് എനിക്ക് തോന്നിയത്. കാര്യം നമുക്കിപ്പോൾ ഒന്നാമത്തെ കാര്യം, നമുക്കിപ്പോൾ റോഡുകളില്ല, ഹൈവേ അടക്കം നമുക്ക് ഇല്ലയെന്ന് തന്നെ പറയാം. പണി അടക്കുന്നതുകൊണ്ട്
ഭാവിയിലൊക്കെ അത് റെഡിയായി വരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് റോഡിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണിത്. പക്ഷേ ഇതിൻ്റെ ഒരു പോരായ്മ എനിക്ക് തോന്നിയത്, നേരത്തെ ഞാൻ ഈ വണ്ടി കൊണ്ടു തന്നപ്പോൾ തന്നെ വിഘ്നേഷ് പറഞ്ഞു ഇതിൻ്റെ സീറ്റ് കുറച്ച് സ്റ്റിഫാണെന്ന് പറഞ്ഞു. അതെ, അതൊരു വല്ലാത്ത തരത്തിലുള്ള ഒരു സ്റ്റിഫായി പോയി സീറ്റ് അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീറ്റ് എടുത്തിട്ട് ഇതിൻ്റെ അപ്പോൾസ്റ്ററി ഫുള്ളായിട്ട് മാറ്റുക, കുറച്ച് സ്പോഞ്ചൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി എടുത്തിട്ട് ഏകദേശം ഇപ്പോൾ ഒരു മാസം ആവാറായി. അപ്പോൾ ഇത്രയും നാൾ ഉപയോഗിച്ചതിനകത്ത് എനിക്ക് ഈ വണ്ടി വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത് എടുക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? ഇല്ല, ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യമേ ഈ വണ്ടിയെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചിട്ട് തന്നെയാണ് ഞാൻ വണ്ടി എന്താ പോരായ്മകൾ എന്തൊക്കെ ആയിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഈ വണ്ടി എടുത്തത്. അതുകൊണ്ട് എനിക്ക് അതിനകത്ത് ഇതുവരെ ഞാൻ ഈ വണ്ടിയിൽ ഹാപ്പിയാണ് സത്യം പറഞ്ഞാൽ. മറ്റേത് ഞാൻ ഡെയിലി പൊയ്ക്കൊണ്ടിരുന്നത് വേറൊരു വണ്ടിയിലായിരുന്നു, എൻ്റെ അനിയത്തിയുടെ വണ്ടിയിലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം എനിക്ക് ഡെയിലി ഓട്ടം ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞത്. അപ്പം സാധാരണ എനിക്കിപ്പോൾ ഞാൻ പെട്രോളിന് ചിലവഴിക്കൊണ്ടിരുന്നത് ഇപ്പോൾ 2 ദിവസം കൂടുമ്പോൾ 250 രൂപ പെട്രോൾ എനിക്ക് അടിക്കണമായിരുന്നു. ആ സ്ഥാനത്ത് എനിക്കിപ്പോൾ 2-3 ദിവസം കൂടുമ്പോൾ 96 രൂപയ്ക്ക് അല്ലെങ്കിൽ 117 രൂപയ്ക്ക് എനിക്ക് പെട്രോൾ അടിച്ചാൽ മതി. ആ ഒരു ലെവലിലേക്ക് അത് മാറി. അപ്പോൾ എനിക്ക് ചിലവ് വളരെ കുറവാണ്. മാത്രമല്ല ഇൻ കേസ് നമ്മൾ ഇപ്പം 2 കിലോ ലിറ്ററിൻ്റെ ടാങ്കാണ് പറയുന്നത്. ഇത് ഒരൊറ്റ തവണ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 4-5 ദിവസത്തേക്ക് പിന്നെ ഫ്യൂവലിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യം. എന്നെ സംബന്ധിച്ച് എനിക്ക് 3 ദിവസം കൂടുമ്പോൾ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. കാര്യം ഈ 2 കിലോ എന്ന് പറയുന്നത് 2 കിലോ ഫുള്ളായിട്ട് നമുക്ക് അടിക്കാൻ പറ്റില്ല. ഒരു 1.5 കിലോ വരെയൊക്കെ പോകത്തുള്ളൂ. എനിക്കത് പമ്പ് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് 2 കിലോ ലിറ്റർ എന്ന് പറയുന്നുണ്ടെങ്കിലും അതൊരു സേഫ്റ്റിയുടെ ഭാഗമായിട്ടായിരിക്കും 1.5 വരെ പോകുന്നുള്ളൂ. കാര്യം ഇതിനകത്ത് പ്രഷർ ഗേജ് ഉണ്ട്, നമുക്കത് കൃത്യമായിട്ട് കാണാൻ പറ്റും. അതിനകത്ത് 200 വരെ കണ്ടാണ് അത് PSI പോകുന്നത്. പക്ഷേ ഒരു 150 വരെ അത് ആവുന്നുള്ളൂ, ഫില്ല് ആവുന്നുള്ളൂ. അപ്പോഴേ അത് ക്ലോസ് ആവുകയാണ്, കട്ടാവുകയാണ്. യെസ്. അപ്പോൾ അത്രയും അതൊരു സേഫ്റ്റിയുടെ ഒരു ഭാഗമാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാലാണ്. മാത്രമല്ല എനിക്ക് എൻ്റെ ബിൽഡ് ക്വാളിറ്റി വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാനത് പറയുണ്ടായി, ഈ വണ്ടി എവിടെ നോക്കിക്കഴിഞ്ഞാലും മെറ്റലിൻ്റെ ഒരു കളിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോക്കൽ ടൈപ്പ് തട്ടിക്കഴിഞ്ഞാൽ വളഞ്ഞു പോകുന്ന മെറ്റലല്ല, നല്ല ഹാർഡായിട്ടുള്ള മെറ്റലാണ്. കാര്യത്തിൽ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ നല്ല രീതിയിൽ ബജാജ് വർക്ക് ചെയ്തിട്ടുണ്ട്. എക്സെപ്റ്റ് 2-3 കാര്യങ്ങളിൽ എനിക്ക് പ്രശ്നം തോന്നിയിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ടാങ്കിൻ്റെ കവറുണ്ട്, അത് ഭയങ്കര ലോ ക്വാളിറ്റി ഒരു പ്ലാസ്റ്റിക് കൊണ്ടാണ് ഉണ്ടാക്കിയത്. അത് എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല ഞാനത്. കാര്യം അത് കുറച്ചുകൂടെ നന്നാക്കാന്ന് തോന്നി. അത് അങ്ങനെ ഒരു മോശം ക്വാളിറ്റി ആക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അങ്ങനത്തെ കുറച്ച് പോരാ. പിന്നെ ഈ പറഞ്ഞ സസ്പെൻഷൻ്റെ കാര്യമുണ്ട്. സസ്പെൻഷൻ നമുക്ക് കുറച്ചും കൂടെ സ്മൂത്ത് ആക്കാമെന്ന് തോന്നി. ഇതിപ്പോൾ ഭയങ്കര ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. ഇതിപ്പം എന്താണെന്നറിയോ, ഇതിപ്പോ ഒരു ഫസ്റ്റ് ജനറേഷൻ എന്നുള്ള രീതിയിൽ ഇറങ്ങിയ വണ്ടിയാണ്. ഇപ്പൊ ഇതുപോലുള്ള ഓരോ റിവ്യൂസും കാര്യങ്ങളും പോരായ്മകളും എല്ലാം പറയുമ്പോഴാണ് ഓരോ കമ്പനികളും ഇതിനെ മെച്ചപ്പെടുത്തുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാരുതി സുസുക്കിയുടെ പുതിയ സ്വിഫ്റ്റ് ഇറങ്ങിയായിരുന്നു, 4th ജനറേഷൻ സ്വിഫ്റ്റ്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ട് ഞാൻ പറയുണ്ടായി അതിന് വൈബ്രേഷൻ കൂടുതലാണെന്നാണ്. കുറേ ആൾക്കാർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ ടാറ്റ, ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി ടാറ്റയാണ്, അപ്പോൾ നിങ്ങൾ ടാറ്റ ഉപയോഗിക്കുന്നതുകൊണ്ട് ബാക്കിയുള്ള വാഹനങ്ങൾ മോശമാണെന്ന് ഒരു കാരണവശാലും പറയുന്നത്. പക്ഷേ അതേ വൈബ്രേഷൻ ഉണ്ടായിരുന്നു. കമ്പനി അതിൻ്റെ പ്രൊഡക്ഷൻ നിർത്തി രണ്ടാമത് ആ വൈബ്രേഷൻ കുറച്ചതിന് ശേഷമാണ് അത് വീണ്ടും ലോഞ്ച് ചെയ്തത്. അപ്പോൾ നമ്മളൊരു കാര്യം പറയുന്നത്, നമ്മളൊരു ബ്രാൻഡിനെയും പുകഴ്ത്തി കാണാനോ അല്ലെങ്കിൽ പുകഴ്ത്തി കെട്ടാനോ വേണ്ടിയിട്ട് പറയുന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് എങ്ങനെയാണോ ആ ഒരു വണ്ടി നമുക്ക് ഫീൽ ചെയ്യുന്നത്, ആ ഒരു കാര്യമാണ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും ചെയ്യുന്നത്. കാര്യം ഇവിടെ വന്ന സമയത്തും വിഘ്നേഷ് എൻ്റെ കൂട്ടുകാരനാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ ഞാൻ വണ്ടി ഓടിച്ചു നോക്കിയിട്ട് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയും. പിന്നീട് വിഘ്നേഷിൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഒരു ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം പറഞ്ഞു. ഈ വണ്ടി എടുത്തിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വീട്ടുകാരുടെ ഒരു റിയാക്ഷൻ എങ്ങനെയാണ്? കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന് പോകുന്നത് ഒരു ബോംബിൻ്റെ പുറത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ബോംബിന് പുറത്താണ് നമ്മൾ ഇരുന്ന് പോകുന്നത്. കാര്യം അത് പൊട്ടില്ല. കാര്യം അത്രയും സേഫ്റ്റി ഉള്ള, ഇപ്പോൾ വിഘ്നേഷ് പറഞ്ഞ പോലെ തന്നെ വർഷങ്ങളായിട്ട് CNG രംഗത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ് ബജാജ് എന്ന് പറയുന്നത്. ബജാജിൻ്റെ ഒരു ട്രസ്റ്റ് കാര്യങ്ങൾ വർഷങ്ങളായിട്ട് ഇന്ത്യക്കാരെ ഏറ്റെടുത്ത ഒരു വാഹനമാണ്, അല്ലെങ്കിൽ ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ് ബജാജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി എടുത്ത സമയത്ത് വീട്ടുകാരുടെ ഒരു റിയാക്ഷൻ, കാര്യം CNG എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് പലരും കൺസേൺ പറഞ്ഞായിരുന്നു, ഒരു CNG അല്ലേ, സേഫ് ആണോ എന്നൊക്കെ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇന്നലെയും ഞാനൊരു ചേട്ടനോട് സംസാരിച്ചപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു, അത്രയും പ്രഷറുള്ളൊരു സാധനമല്ലേ ഇരിക്കുന്നത്, സേഫ് ആണോ എന്ന്. വണ്ടി ഒരു വട്ടം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അഭിപ്രായം പറയുമോ എന്നുള്ളത് സംശയം. അത് മാത്രമല്ല, വേണ്ടെങ്കിൽ നമ്മുടെ ഓട്ടോക്കാരോട് തന്നെ ചോദിച്ചാൽ പോലും ചേട്ടന്മാർ പറഞ്ഞു തരും എത്രത്തോളം സേഫ്. നമ്മുടെ CNG എനിക്ക് തോന്നുന്നു നമുക്കൊരു ഫില്ലിങ്ങിൻ്റെ ഒരു പ്രശ്നം വരുമെന്ന് തോന്നുന്നില്ല. കാര്യം ഓരോ ദിവസവും നമ്മുടെ പെട്രോൾ സ്റ്റേഷനുകളെല്ലാം CNGയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത്രത്തോളം ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷനുകൾ ആഡ് ആയിട്ട് വരുന്നില്ല.
പക്ഷെ CNG ആടാവുന്നു. ഇപ്പോൾ ഇറങ്ങുന്ന ഓട്ടോസ് ഒരുവിധം ഈ പറഞ്ഞ പോലെ തന്നെ ഓട്ടോകളെല്ലാം CNG ആയി. ഇനിയിപ്പോൾ ബൈക്കിലേക്ക് കടന്നിട്ടുണ്ട്, കാറിനകത്ത് വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ അഡീഷണൽ ഇതിനെ ഒരു വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റേതാകുമ്പോൾ ഇലക്ട്രിക് തീർന്നാൽ പിന്നെ വേറെ നിവർത്തിയില്ല, ഉരുട്ടിക്കൊണ്ട് പോകാന്നുള്ളത്. പക്ഷെ ഇതിന് നമുക്ക് പെട്രോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിനാണെങ്കിൽ ഒരു 60-65 അവർ പറയുന്നെങ്കിൽ ഞാൻ നോക്കിയപ്പോൾ 55 എനിക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് എങ്ങനെ പോയാലും 2 ലിറ്റർ ടാങ്കാ, ഒരു എങ്ങനെ 100 കിലോമീറ്ററിനകത്ത് എന്തായാലും ഒരു പമ്പ് ഉണ്ടാവും. നമ്മൾ CNG യൂസ് ചെയ്യുക, CNG തീരുന്ന സമയത്ത് മാത്രം നമ്മൾ പെട്രോൾ ഉപയോഗിക്കുക. അതിനുവേണ്ടി ഒരു റിസർവ് ടാങ്ക് പോലെ അവർ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് ഈ ഫ്യൂവലിൻ്റെ, അതായത് നമ്മുടെ പെട്രോൾ ഫ്യൂവലിന്റെ ഇൻഡിക്കേറ്റർ അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. പിന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതൊരു റിസർവ് ടാങ്ക് ആണ്. നമ്മളെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മളെ തൽക്കാലം ഓടി നമുക്ക് അടുത്ത പമ്പ് വരെങ്കിലും പോകാനുള്ള എണ്ണ അതിനകത്ത് ഉണ്ടാവും. ഇത് നമ്മുടെ പണ്ടത്തെ, ഞാൻ മോശം പറയല്ല, നമ്മുടെ പണ്ടത്തെ ഒരു വണ്ടി ഉണ്ട്, അറിയോ, ലൂണ എന്ന് പറയുന്നത്. ലൂണ ഇതേപോലെ ഒരു പെട്രോൾ ടാങ്ക് വരും. പെട്രോൾ തീർന്നു കഴിഞ്ഞാൽ നമ്മൾ പെഡൽ ചെയ്ത് എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തിക്കുക. പക്ഷേ ഇതെന്ന് പറയുന്നത് പെട്രോൾ ആണെങ്കിൽ പോലും 55 km/ലിറ്റർ വിഗ്നേഷൻ ഇപ്പോൾ കിട്ടുന്നുണ്ട്. 64 കമ്പനി പറയുന്നത്, പക്ഷെ 55 കൺഫേം ആയിട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ നമ്മൾ വരുന്ന സമയത്ത് ഈ ഒരു എഞ്ചിൻ്റെ ഒരു റിക്ലൈൻ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഈ ഒരു CNG ടാങ്കും പെട്രോളും എല്ലാം കൂടെ വരുന്നത് കൊണ്ട് അവർ ഹീറ്റിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും ഈ ഒരു സാധനം ചരിച്ചു കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ താഴെ ഒരു എൻജിൻ ഗാർഡ് കൊടുത്തിരിക്കുന്നത് എല്ലാം മെറ്റലാണ്, ഫുള്ളി മെറ്റലാണ്. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം ഞാൻ പറഞ്ഞത് ഈ ഒരു മഡ് ഗാർഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മെറ്റൽ അല്ല എന്ന് ഒരാളും പറയില്ല. പക്ഷെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്ലാസ്റ്റിക്കാണ്. അത്രയും ഒരു ബിൽഡ് ക്വാളിറ്റിയും അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അത്രത്തോളം ബജാജ് ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ഈ ഒരു വാഹനം മാറ്റിക്കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും ഫ്യൂച്ചറിൽ ഇലക്ട്രിക്കിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? ഇലക്ട്രിക് ഞാൻ ബൈക്ക് എന്തായാലും എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ കാർ ഞാൻ എടുക്കും. കാർ എടുക്കാൻ സാധ്യതയുണ്ട്. കാര്യം ഞാനിപ്പോൾ ഈ വണ്ടി എടുത്തേക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എനിക്ക് A to B എന്ന് പറഞ്ഞൊരു പോയിന്റിലേക്ക് എത്തണം. അപ്പോൾ എനിക്ക് ഡെയിലി അത് പോകാനുള്ളത് ആ ഒരൊറ്റ കാരണം കൂടി. അല്ലാതെ ഇതെൻ്റെ ഡ്രീം ബൈക്കല്ല ഒരിക്കലും. ഇതെൻ്റെ ഡെയിലി ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഒരു ബൈക്കാണ്. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ബഡ്ജറ്റിന് ഒതുങ്ങുന്നതാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ബേസ് വേരിയൻ്റ് ആണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത് ഓക്കെയാണ്. എനിക്ക് വലിയ ചിലവും വരുന്നില്ല. മറ്റേ നമ്മൾ ഇലക്ട്രിക് എടുക്കുമ്പോൾ വലിയൊരു ചിലവാണ്. ഇതിപ്പോൾ എനിക്ക് നാളെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇത് എടുക്കാൻ ആളുണ്ട്. കാര്യം ബജാജ് എന്ന് പറയുന്ന ബ്രാൻഡാണ്. ആ ബ്രാൻഡിനോട് വിശ്വാസമുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. സർവീസ് സെൻ്ററുകളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു ഉദ്ദേശത്തിൽ നമുക്ക് പറയാനായിട്ട് ഒരു സർവീസ് സെന്റർ ഉണ്ട്. കംപ്ലൈന്റ് തരാത്ത ഒരു സർവീസ് സെന്റർ ഉണ്ട്, അല്ലെങ്കിൽ വാഹനങ്ങൾ കൊണ്ടുവന്ന് കൂട്ടിയിടാത്ത ഒരു സർവീസ് സെന്റർ കിട്ടുന്നുണ്ട്. ഇലക്ട്രിക്കിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അതിപ്പോഴും അത് റെക്ടിഫൈ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോഴാണ് ഈ വണ്ടി ഞാൻ ധൈര്യമായിട്ട് അങ്ങ് എടുത്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വണ്ടിയായിട്ട് റോഡിലേക്ക് പോകുന്ന സമയത്ത്, കാര്യം നമ്മുടെ നിരത്തുകളിൽ ഈ ഒരു വണ്ടി കാണാനില്ല. ഇത് ലോഞ്ചായി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോഞ്ചായി ഒരു 4-ാമത്തെ 5-ാമത്തെ ദിവസം ഞാൻ ഈ ഒരു വണ്ടി കണ്ടിരുന്നു. ഞാൻ പമ്പിൽ പെട്രോൾ അടിക്കാൻ നിൽക്കുന്ന സമയത്ത് ഒരു പുള്ളി വന്നിട്ട് എൻ്റെ ബാക്കിലാണ് വന്നിട്ട് ചോദിച്ചു, ഇവിടെ CNG ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പമ്പിൽ നിൽക്കുന്ന ചേട്ടൻ ഈ വണ്ടി ഏതാണെന്ന് അറിയില്ല. പുള്ളി പറഞ്ഞ് CNG ഇല്ല, ഇത് പെട്രോൾ അല്ലേ. പെട്രോൾ ഉണ്ട്, അത് റിസർവ് പെട്രോളാണ്, CNG ആണ് മെയിൻ എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും വന്ന് ചുറ്റിലും കൂടി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. കാര്യം ഈ ഒരു വണ്ടി ഇറങ്ങിയ സമയത്ത് അത്രത്തോളം ഒരു ഹൈപ്പ് ബജാജ് കൊടുത്തിട്ടില്ല. ഇപ്പോഴും കൊടുത്തിട്ടില്ല. ആൾക്കാരുടെ അടുത്തൊന്നും ചോദിക്കുന്നുണ്ട്, ഇത് പെട്രോൾ, ഇത് CNG അടിക്കുന്ന സ്ഥലമാണ്, പെട്രോൾ അപ്പുറത്ത് അടിക്കുന്നത് എൻ്റെ അടുത്ത് ഇപ്പോഴും വന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവരൊരു ഹൈപ്പ് കൊടുക്കാഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞറിഞ്ഞ് വരട്ടെ ഉപയോഗിക്കുന്ന ആൾക്കാർ. കാര്യം ഒരു നെഗറ്റീവ് പറയാനില്ലാത്തൊരു വണ്ടി. ഞാൻ ആകെ എനിക്ക് തോന്നിയ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ടയറിന്റെ ഒരു സൈസാണ്. ബാക്ക് ടയറിന് കുറച്ചുകൂടെ ഒരു സൈസ്, അത് ടോപ്പ് മോഡലിൽ ഈ സൈസിൽ വ്യത്യാസം വരുന്നുണ്ട്, കുറച്ചുകൂടെ വീതിയും വരുന്നുണ്ട്. ഈ ടയർ സൈസിൽ തന്നെ വ്യത്യാസമുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു വലിയൊരു വ്യത്യാസം വരാനില്ല. പക്ഷേ ഞാൻ അന്വേഷിച്ച് പറഞ്ഞത് ആ ഒരു ടയർ സൈസിലുള്ള അവൈലബിലിറ്റി കുറവാണ്. ടയറുകൾ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ ആ ഒരു ടയർ സൈസിലുള്ള ടയറുകൾ കിട്ടാൻ സാധ്യതയാണ്. കാര്യം അങ്ങനെ ഈ ഒരു ടയർ സൈസ് വണ്ടികൾ ഉപയോഗിച്ച് കണ്ടിട്ടില്ല. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറയണ്ടായി, നമ്മുടെ ഒരു പൾസറിന്റെ 135 എന്ന് പറയുന്ന ഒരു മോഡലുണ്ടായിരുന്നു, പണ്ടിറങ്ങിയതാണ്. അത് പക്ഷേ സെയിൽ കുറവായിരുന്നു. ഈ ബജാജ് ഏത് വണ്ടി ഇറക്കി കഴിഞ്ഞാൽ ഒരു 150cc താഴെ ഇറക്കി കഴിഞ്ഞാൽ ടയർ സൈസിനകത്ത് അവർ ഭയങ്കരമായിട്ട് കോംപ്രമൈസ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടയർ സൈസ് അവർക്ക് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറയ്ക്കും. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലേജിന്റെ ഒരു ഇഷ്യൂ വരും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഏത് വണ്ടി ഒരു 150cc താഴെ ഇറക്കി കഴിഞ്ഞാലും പുറകുവശം കണ്ടു കഴിഞ്ഞാൽ ആ പൾസർ 135ന്റെ ഒരു ലുക്കാണ് തോന്നുന്നത്.
ഇതിൽ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഹഗ്ഗറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഹഗ്ഗറും ആ ഒരു 135ൻ്റെ ആ ഒരു മോഡലാണ് ഇറക്കുന്നത്. ഇപ്പോൾ NS ഹഗ്ഗർ വരുന്നുണ്ട്, R15 വരുന്നുണ്ട്, രണ്ട് ടൈപ്പാണ്. പക്ഷേ പൾസർ 135 ഇറങ്ങിയതിന് ശേഷം ആ ഒരു 150cc താഴെ വരുന്ന വണ്ടികൾക്കെല്ലാം അവർ കൊടുത്തിരിക്കുന്ന ഹഗ്ഗർ ഒരേപോലത്തെ ഒരു ഹഗ്ഗറാണ് കൊടുത്തിരിക്കുന്നത്. അതെന്തായാലും കുഴപ്പമില്ല, നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഹഗ്ഗർ ഊരി മാറ്റാം, പ്രശ്നമില്ല. അപ്പോൾ ഈ ഒരു വണ്ടി എടുത്ത സമയത്ത് എത്ര രൂപയായി കറക്റ്റ് ഓൺ റോഡ്? എനിക്കിപ്പോൾ ഞാൻ കരുനാഗപ്പള്ളി സാരഥിന്നാണ് എടുത്തത്. അപ്പോൾ അവിടെ എനിക്കൊരു 1.16 അടുത്ത്. ഇത് ബേസ് വേരിയന്റ് ആയിരുന്നു. അതിന് തൊട്ട് മുകളിൽ 1.20, പിന്നെ 1.40, ടോപ്പിന് 1.40 സംതിങ് ആണ് വരുന്നത്. ഞാൻ ഓർക്കുന്നില്ല കൃത്യമായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു 1.15 അല്ലെങ്കിൽ ഒരു 1.20 കൊടുത്തു. ഈ പൈസ എപ്പോഴേലും നഷ്ടമാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. ഇല്ല. ഇൻ കേസ് ഈ ഒരു വാഹനം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു വണ്ടി എന്നുള്ളത് ഏത് വണ്ടിയായിരിക്കും സെലക്ട് ചെയ്യുന്നത്? ഒരു ബൈക്ക്, കാറല്ല. എൻ്റെ ഡ്രീം ബൈക്ക് എന്ന് പറയുന്നത് പണ്ടും BSA എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ബൈക്ക് ഉണ്ട്. BSAയുടെ അതിപ്പോ നിലവിലിപ്പം നമ്മുടെ കൊച്ചിയിലും ട്രിവാൻഡ്രത്തൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അവരുടെ ബൈക്ക് ഞാൻ എടുക്കത്തുള്ളൂ. അത് കാര്യം പണ്ട് തൊട്ടുള്ള എൻ്റെ ഒരു ഡ്രീം ബൈക്കാണത്. പക്ഷെ ആ സമയത്തൊന്നും ഇവിടെ നിലവിൽ BSA ബൈക്കുകളില്ല. പലരും ചോദിക്കും BSA സൈക്കിളിലേ ഉള്ളൂ. BSAയുടെ സൈക്കിളേ ഉള്ളൂ കുറെ ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷേ എനിക്ക് BSA ബൈക്ക് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടാണ്. പക്ഷെ അതിന് ഒരു 3.5 ലക്ഷം രൂപ വരുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് അത് എടുക്കാൻ പറ്റില്ല. ഞാനൊരു 3 കൊല്ലത്തിനുള്ളിൽ എടുക്കും എന്നുള്ള പ്ലാനിൽ തന്നെയാണ്. ഭാവിയിൽ ആ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വിഘ്നേഷിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിഘ്നേഷിനെ വിളിച്ച് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം പറയാം. അതായത് ഇത് വണ്ടി കണ്ടാൽ ഇച്ചിരി ഭീകരം വണ്ടിയാണെന്നൊക്കെ തോന്നുന്നു. ഒരു പാവം വണ്ടിയാണ്. ഒരു 125cc ഒരു ചെറിയ വണ്ടിയാണ്. അപ്പോൾ ഇതൊരു മൈലേജ് ഓറിയന്റഡ് ആയിട്ടാണ് ഒരു പെർഫോമൻസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, ട്യൂൺ ചെയ്തേക്കുന്നത്. വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഒരു പെർഫോമൻസ് ബൈക്ക് പോലൊക്കെ തോന്നും. അങ്ങനല്ല, ഒരു പാവം പിടിച്ച ഒരു വണ്ടിയാണ്. ഒരു കുടുംബത്തിലെ അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും ഒക്കെ യാത്ര ചെയ്യാൻ വളരെ എക്കണോമിക്കലായിട്ട് പോയി വരാൻ, മര്യാദയ്ക്ക് റോഡിലൂടെ പോയി മര്യാദയ്ക്ക് തിരിച്ചു വരാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ ഞാൻ എന്തായാലും വിഘ്നേഷിൻ്റെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ വിഘ്നേഷിനെ വിളിച്ച് ചോദിക്കാം. അപ്പോൾ വിഘ്നേഷേ, തിരക്കായിരുന്നെന്നറിയാം, എങ്കിലും അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഓടി വന്നു. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊരു കാര്യമുണ്ട്. ഞാൻ ഒരു ദിവസം വീട്ടിലിരിക്കുന്ന സമയത്ത് എനിക്ക് വാട്സപ്പിലൊരു മെസ്സേജ് വന്നു. ബജാജിൻ്റെ ഫ്രീഡം 125 എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ആ വണ്ടി നേരിട്ട് കണ്ടിട്ടുണ്ട്, ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് ഓക്കെ എന്ന് പറഞ്ഞ് പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ സ്റ്റാറ്റസ് ഇട്ടേക്കുന്നു, ഞാൻ പുതിയ വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തു, എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ടില്ല, ഓഫീസിൽ നിന്ന് ഡയറക്റ്റ് വരികയാണ്. അപ്പോൾ എന്തായാലും ഇത്രയും തിരക്കിൻ്റെ ഇടയ്ക്ക് ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഓടി വന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇത്രമായിരുന്നു നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി ബുക്ക് ചെയ്യാനായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു വണ്ടിയെക്കുറിച്ച് അറിയാനായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് അതൊരു ഉപകാരപ്പെടുന്ന കാര്യമായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.